ഹായ് എവരി വൺ, എല്ലാവരും ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാകിസ്ഥാനി സ്റ്റാഫിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഇവൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള ഇവൻ്റെ ഒരു ഡയലോഗാണ്, മാഡം എൻ്റെ അടുത്ത് ഒരു ഗോസ്റ്റ് ഉണ്ട്. നിൻ്റെ അടുത്തൊരു ഗോസ്റ്റ് ഉണ്ടോ? അപ്പം പറഞ്ഞു, ആ ഉണ്ട്. അപ്പം നിനക്ക് നല്ല പറയാനുള്ള കാരണം എന്താ? അയ്യോ, നാട്ടിൽ വെച്ചിട്ടേ എൻ്റെ ദേഹത്ത് ഗോസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ല ഗോസ്റ്റാണ്, എന്നെ സഹായിക്കുന്ന ഗോസ്റ്റാണ്, ഗ്രീഡി അല്ല, നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സാധിച്ചു തരും. ഇനി വല്ല കുട്ടിച്ചാത്തനാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്ത് തന്നെയാണേലും പാകിസ്ഥാനിൽ നിന്ന് അവിടെ കുട്ടിച്ചാത്തന്മാരുണ്ടാകാൻ ചാൻസ് ഇല്ല, കാരണം അതിനേക്കാളും വലിയ ചാത്താന്മാരുള്ള നാടാണത്. അപ്പോൾ എന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇത് ഞാൻ കൺഫേം ചെയ്ത്, കൺഫേം എന്നല്ല, ഇവൻ എൻ്റെ അടുത്ത് കൺഫേം ആയിട്ട് പറയാനുള്ളൊരു കാര്യം പറയും. ഞങ്ങൾക്കിവിടെ കടക്കാർക്കെല്ലാം കൂടെ ഒരു ഈ ഡെയിലി കുറി എന്നൊക്കെ പറഞ്ഞ് ചിട്ടി ഉണ്ടാവും. അപ്പോൾ ഞങ്ങളൊരു പ്രാവശ്യം ചിട്ടി നീണ്ടു പോവുകയാണ്. അത് 10 മാസത്തോളം ആയിരുന്നെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ ക്യാഷിന് ഭയങ്കര അർജൻറ്റായിട്ട് ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ ചിട്ടി ഈ പ്രാവശ്യം കിട്ടും, അടുത്ത പ്രാവശ്യം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ചിട്ടി അവസാനിക്കാൻ ഇനി ഒരു 3 മാസം കൂടി ഉണ്ട് താനും. കാശാണെങ്കിൽ ഭയങ്കര അർജൻറ്റായിട്ട് ആവശ്യമുണ്ട് താനും. അപ്പോൾ ഞാൻ പറഞ്ഞടാ, എനിക്കിങ്ങനെ കാശ് ഒത്തിരി ആവശ്യമുണ്ട്, ചിട്ടി എനിക്ക് ഈ മാസമെല്ലാം കിട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കുറി എടുക്കുമ്പോൾ നമ്മുടെ കടയിൽ നിന്ന് ഒരാൾ പോകണം. കഴിഞ്ഞ ഒരു 6 പ്രാവശ്യവും കടയിലെ ഒന്നുകിൽ ഞാൻ പോവും, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പോവും. ഒരു രക്ഷയില്ല, ചിട്ടി കിട്ടുന്നതേ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം അടുത്ത പ്രാവശ്യം ചിട്ടിക്ക് ഞാൻ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പോകണോ? മാഡം നോക്കിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ഓക്കെ. ആ ചിട്ടിക്ക് പോയി. ആദ്യത്തെ തവണ ആയിട്ട് അവൻ ചിട്ടി എടുത്തു, കുറി എടുത്തു, കറക്റ്റ് നമ്മുടെ പേര്. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അവന് കുറി അടിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ കുറി അടിക്കുന്നത്. എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. തിരിച്ചു വന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഗോസ്റ്റിനോട് പറഞ്ഞായിരുന്നു. പക്ഷെ നീ ഗോസ്റ്റിനോട് പറഞ്ഞു? അപ്പം പറഞ്ഞു, ഞാൻ എൻ്റെ ഗോസ്റ്റിനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഈ പ്രാവശ്യം തന്നെ ചിട്ടി എടുത്ത് തരാം, കാരണം എൻ്റെ ഗോസ്റ്റ് തീരെ ഗ്രീഡി അല്ല, അതായത് സ്വാർത്ഥതയുള്ള ആളല്ല, കാശിനോട് ആക്രാന്തമുള്ള ആളല്ല, നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ആവശ്യം അറിഞ്ഞ് സഹായിക്കുന്ന ആളാണ് ഞാൻ ഗോസ്റ്റ് എന്നാ പറഞ്ഞത്. എൻ്റെ പ്രേതം, എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രേതം എന്നാ പറഞ്ഞേക്കുന്നത്. ശരി ഓക്കെ, ഞാനത് വക വച്ചില്ല, പോട്ട്. ഇവൻ പലതും പറയാറുണ്ട്, പല പൊട്ടത്തിലും ഇവൻ പറയാറുണ്ട്. ഇത് ചിലപ്പോൾ എന്നെ പറ്റിക്കാൻ പറയുന്നതാണോ എന്ന് അറിയത്തില്ലല്ലോ. ദെൻ അത് കഴിഞ്ഞു, അടുത്ത കുറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടുത്ത കുറി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇതേപോലെ ഒരു കാശിന് അത്യാവശ്യം വന്നു. കുറി തീരാറായി, ഇനിയൊരു 2 കുറികളുള്ളൂ. ഞാൻ ദൈവമേ, എത്രയും നിർഭാഗ്യവതിയാണ് ഞാൻ, ലാസ്റ്റിലേക്ക് കുറി അടിക്കത്തുള്ളൂ. എൻ്റെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുക. ഞാൻ പറഞ്ഞാ, അത്യാവശ്യമാണ് നമ്മൾ ഈ കുറി ചെയ്തിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ റിന്യൂവൽ വരും, ലൈസൻസിൻ്റെയൊക്കെ, അങ്ങനെ കുറച്ച് നമുക്കൊരു ബൾക്ക് എമൗണ്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ ആ സമയത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ കുറി ചെയ്യുന്നത്. എടാ, ചിട്ടി കിട്ടില്ലെങ്കിൽ എന്തായാലും അറിയത്തില്ല പറഞ്ഞു, ഞാൻ പോവാം. ഇപ്പോൾ എനിക്കൊരു സംശയം വിട്ടാലോ, കാരണം കഴിഞ്ഞ പ്രാവശ്യം കൂടി കിട്ടിയതാണല്ലോ. ശരി എന്നാൽ നീ പൊക്കോ. അപ്പോഴും എനിക്ക് വലിയ കിട്ടിയാ കൂട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള തോന്നലാണ്. ഈ പ്രാവശ്യവും അവൻ പോയി കുറി നമുക്ക് തന്നെ അടിച്ചു, 2 പ്രാവശ്യമായി. അപ്പോൾ ഞാൻ ചോടാ, നീ ആ ഗോസിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മാഡം അത് ഉറപ്പായിട്ടും പെണ്ണാണ്. ഞാൻ ചോദിച്ചു, പെണ്ണോ? നിനക്കെങ്ങനെ അറിയാം? ഞാൻ ചില സമയത്ത് ഞാൻ അവളുടെ സൗണ്ട് കേൾക്കാറുണ്ട്. ഞാൻ നിനക്ക് ഒന്നാമത് കുറേ ഗേൾ ഫ്രണ്ട്സും ഒരു വലിയ ഫാൻ ക്ലബ്ബ് തന്നെയുണ്ട്, ഈ ടിക്ടോക്ക് താരമായത് കാണും. ഇതിലേതെങ്കിലും ഒരു പെണ്ണാവാൻ്റെ ചാൻസ് ഉള്ളത്. ഞാൻ പറഞ്ഞു, അല്ല മാഡം, ഞാൻ പണ്ട് നാട്ടിലായിരുന്നപ്പോൾ ഒരു ദിവസം വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഒരു മുറിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഗെയിം കളിച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ റൂമൊക്കെ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്, വേറെ ആരും വരാൻ ചാൻസ് ഇല്ല. ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പുതപ്പ് ആരോ പിടിച്ച് വലിക്കുന്ന പോലെ തോന്നി. നെഞ്ചറ്റം പുതപ്പ് ഇറങ്ങി. ഞാൻ ചാടി എണീറ്റു, നോക്കി ആരെയും കണ്ടില്ല. എനിക്ക് തോന്നിയതെന്ന് കരുതി ഞാൻ കയറി കിടന്നു. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വലിച്ച് മുട്ടോളം എത്തി. അപ്പോഴും ഞാൻ ചാടി എണീറ്റു, ചുറ്റിനും നോക്കി, ലൈറ്റ് ഇട്ടു, ആരെയും കണ്ടില്ല. പിന്നെയും ഞാൻ കിടന്നുറങ്ങി. 3ാമത്തെ പ്രാവശ്യം ഈ ഗോസ്റ്റ് ഫുള്ളായിട്ട് പുതപ്പ് വലിച്ച് താഴെ ഇട്ടു. ഞാൻ ചാടി എണീറ്റ് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാവരും കൂക്കി വിളിച്ച് എണീപ്പിച്ചു. അവരാരും വന്ന് നോക്കിയിട്ടും അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ എനിക്ക് ഉറപ്പിച്ചു ഇത് ഗോസ്റ്റ് ആണെന്ന്. ഞങ്ങൾ മോസ്കിലുള്ള മുത്താവയുടെ അടുത്ത് കൊണ്ടുപോയി. അയാൾ കുറേ പ്രാർത്ഥിക്കുകയും കുറേ എന്തൊക്കെയോ പരിപാടി ഒപ്പിച്ചിട്ടു. എന്നിട്ടും ഈ ഗോസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല. ഇപ്പോൾ എൻ്റെ കയ്യുടെ കറക്റ്റായിട്ട് 7 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ടുള്ള എന്തെങ്കിലും കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗോസ്റ്റിനോടാണ് പറയാറ് എന്ന് ഇവൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് സത്യമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവരോട് ഞാനിത് കാര്യം ചോദിക്കുന്നത് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ട്,
അപ്പോൾ ആദ്യമായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ പാകിസ്ഥാനിനെ കാണാൻ പോവുകയാണ്, ഒസാമേനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഒസാമയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയൂ ശരിക്കും ഇവൻ്റെ മേത്ത് അഥവാ ഇവൻ്റെ കൂടെ ഗോസ്റ്റ് ഉണ്ടോ അതെയോ എന്നിവൻ പറ്റിക്കാൻ പറയുന്നതാണോ, നിങ്ങൾക്ക് എന്താ തോന്നണേ ഒന്ന് പറയൂ കേട്ടോ. ശരി എന്നാൽ तुम बोलो तुम्हारे पास कौन है? मेरे पास घोस्ट है. कितना साल तक? Maybe 6-7 years. 7 years तक तुम्हारे साथ वो गर्ल और बॉय, मेल और फीमेल? फीमेल है. श्योर है, कंफर्म है, इसलिए हमको चिट्ठी मिला है ना? Yes. ओके.